ഇതിപ്പോൾ കുറച്ച് സമയം മുമ്പ് നടന്നൊരു കാര്യമാണ്. അധ്യാപിക കുട്ടിയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു എന്ന് കുടുംബം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നേ അറിയുമായിരുന്നെങ്കിൽ, അതിനെതിരെ നിങ്ങളെ മുന്നേ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നും ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രതികരിക്കാൻ നിന്നപ്പോൾ ആർക്കാണ് ഇവിടെ നഷ്ടം? എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് ഇവിടെയുള്ള ഓരോ പേരൻസിനോടാണ്. നിങ്ങൾ ജീവിച്ചു വന്ന ജീവിതശൈലിയായിട്ട് നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ കുട്ടികളെ താരതമ്യപ്പെടുത്താതിരിക്കുക. ചില പേരൻസ് ഉണ്ട്, കുട്ടികൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പോൾ വഴക്ക്, പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാൽ അതിന് വഴക്ക്, ഇനി കുട്ടികളുടെ കയ്യോ കാലം മുറിഞ്ഞ് അവരിങ്ങോട്ട് വന്നാൽ അതിന് വഴക്ക്, ഇനി അവൻ ചെയ്യാത്തൊരു തെറ്റിന് വരെ വഴക്ക് പറയുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുട്ടി ആരോടാണ് അവൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക? അവൻ ഷെയർ ചെയ്യാൻ നിൽക്കുന്ന അവൻ്റെ ഉള്ളിലും നിങ്ങൾ പേരൻസിനോടുള്ള ദേഷ്യവും പേടിയും മാത്രമേ അവനുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചത്? അതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ മക്കളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുക. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, നിങ്ങൾ ഒരിക്കലും ഒരു പേരൻസ് ആണെന്ന് പറയാതിരിക്കുക.